പ്രൈസ് ദി ലോർഡ്. 42-ാം സങ്കീർത്തനം 5-ാം വാക്യം. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പുറമെ മനുഷ്യർ സന്തോഷം കാണിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത നീറ്റലാണ്, വിഷാദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ വിഷാദം പിന്നീട് ഡിപ്രഷനിലേക്കും അതിൽ നിന്ന് മാനസിക രോഗങ്ങളിലേക്കും ഒക്കെയാണ് വഴിതെളിക്കുന്നത്. വിഷാദത്തിന് ഇന്ന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുറിവേറ്റ ഹൃദയങ്ങൾ. അതിന്ന് എവിടെയും നമുക്കത് കാണുവാനായിട്ട് കഴിയും. മാതാപിതാക്കളിൽ നിന്നോ, ബന്ധുക്കളിൽ നിന്നോ, സ്നേഹിതരിൽ നിന്നോ, ജോലി സ്ഥാപനങ്ങളിൽ നിന്നോ, സമൂഹത്തിൽ നിന്നോ, സഭയിൽ നിന്നോ എവിടെയെങ്കിലുമൊക്കെ അവർ ഇങ്ങനെ മുറിവേറ്റവരായിട്ട് കാണപ്പെടും. അതെ, അത് പലപ്പോഴും അവരുടെ ജീവിതത്തെ തന്നെ തകിടം മറിച്ചു എന്ന് വരാം. ആരോടും ക്ഷമിക്കുവാൻ പറ്റാത്ത ഇത്തരം അവസ്ഥ ഒരു പക്ഷേ അവരെ ഒരു വലിയ വിഷാദ രോഗത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ പൊറുക്കുവാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മുറിവുകൾ കിടപ്പുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടുന്ന സമയം കൂടിയാണ് ഇത്. മറഞ്ഞിരിക്കുന്ന പാപം, അത് മറ്റൊരു കാരണമാണ് നമ്മെ വിഷാദത്തിലേക്ക് നയിക്കുവാനായിട്ട്. ഉണങ്ങാത്ത മുറിവുകൾ നമ്മുടെ ഹൃദയത്തെ വിഷാദത്തിലേക്ക് നയിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞുകിടക്കുന്ന പാപങ്ങളും നമ്മെ വിഷാദത്തിലേക്ക് നയിക്കും. ഈ ലോക ജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രങ്ങളായ ജീവിതമാണ്. രാവും പകലുമില്ലാതെ ഒരു ജീവിതവും ഈ ഭൂമിയിലില്ല. നാം നമ്മിൽ തന്നെ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഒരിക്കലും നയിക്കരുത്. ഇന്ന് ലോകത്തിൽ എല്ലാവരും തന്നെ മറ്റുള്ളവരെക്കാൾ സ്വയത്തിലാണ് സ്നേഹിക്കുന്നത്, സ്വയത്തിലാണ് ആശ്രയം കണ്ടെത്തുന്നത്, സ്വയത്തിലാണ് വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമുക്ക് വേണം. നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടുന്ന ആവശ്യമുണ്ട്. നമ്മുടെ ഹൃദയം അത് ദൈവസന്നിധിയിലേക്ക് പകർന്നു കൊടുക്കുവാൻ നാം തയ്യാറാകണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം മുട്ടുകളെ മടക്കുമ്പോൾ നമ്മേക്കാൾ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലെ കുറേ വേദനകളൊക്കെ മാറിക്കിട്ടും. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.